ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി പറയും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ശനിയാഴ്ച വരെ നീട്ടി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് അരി സംസ്ഥാനത്ത് വിപണിയിൽ. തുടക്കം തൃശൂരിൽ. രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ മേഖലയിലെ സ്ത്രീ മുന്നേറ്റത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി വീണ ജോർജ്. പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസനത്തിന് വഴിയൊരുക്കുന്ന ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ് പദ്ധതിക്ക് മന്ത്രി ആർ ബിന്ദു തുടക്കം കുറിച്ചു. സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി പറയും. ലോക്സഭയിൽ നടന്ന നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു. അതേസമയം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ശനിയാഴ്ച വരെ നീട്ടി. കഴിഞ്ഞ മാസം 31-ന് ആരംഭിച്ച സമ്മേളനം വെള്ളിയാഴ്ച അവസാനിപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനം. ഇന്ന് രാവിലെ രാജ്യസഭ ചേർന്നപ്പോൾ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ സമ്മേളനം ഒരു ദിവസത്തേക്ക് നീട്ടാനുള്ള തീരുമാനം അറിയിക്കുകയായിരുന്നു. 6 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഗയാന പ്രധാനമന്ത്രി മാർക്ക് ഫിലിപ്സ് ന്യൂഡൽഹിയിലെത്തി. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നടപ്പ് സാമ്പത്തിക വർഷത്തെ 6ാമത്തെയും അവസാനത്തെയും ധനനയം റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് നാളെ പ്രഖ്യാപിക്കും. ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിന് മുംബൈയിൽ തുടക്കമായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമീപകാല റിപ്പോർട്ടിൽ റിസർവ് ബാങ്ക് നിരക്കുകളിൽ തൽസ്ഥിതി തുടരുമെന്ന സൂചന നൽകിയിരുന്നു. ഹ്രസ്വകാല വായ്പാ നിരക്കും റിപ്പോ നിരക്കും ഒരു വർഷമായി റിസർവ് ബാങ്ക് 6.5% നിലനിർത്തി വരികയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഉന്നതതല സമിതി ന്യൂഡൽഹിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ചർച്ച നടത്തി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയാണ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. CPIM, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. രാജ്യാന്തര ഊർജ്ജമേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മേളയോടനുബന്ധിച്ച് കേരള സംസ്ഥാന ഊർജ്ജ സംരക്ഷണ പുരസ്കാരം സ്പീക്കർ AN ഷംസീർ വിതരണം ചെയ്യും. എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ ഊർജ്ജമേള സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഭാരത് അരിയുടെ വിപണനം സംസ്ഥാനത്ത് തുടങ്ങി. കിലോയ്ക്ക് 29 രൂപയാണ് വില. പദ്ധതിയുടെ തുടക്കം തൃശൂരിൽ നിന്നാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ധാന്യങ്ങളുടെ റീറ്റെയിൽ വിലയിൽ 15% വർധനവുണ്ടായതോടെയാണ് ഭാരത് ബ്രാൻഡിൽ അരി വിപണിയിൽ അവതരിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കിയത്. കേരളത്തിൽ തൃശൂരിലാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത്. തൃശൂരിൽ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ ഇന്നലെ വൈകിട്ട് NCCF വാനുകളിൽ അരി എത്തിച്ച് ആദ്യ വിതരണം നടന്നു. 5 കിലോ 10 കിലോ പാക്കറ്റുകളിലാണ് അരി വിതരണം ചെയ്തത്. ഭാരത് അരി ഓൺലൈൻ മുഖേനയും ലഭ്യമാകും. അടുത്തയാഴ്ചയോടെ സംസ്ഥാനത്ത് മുഴുവൻ ഭാരത് അരി എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തൃശൂരിൽ 10 വാനുകൾ ഭാരത് അരിയുടെ വിതരണത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് വാഹനം വഴി അരി എത്തിച്ചു വരികയാണ്. കുടുംബശ്രീ കയ്യൊപ്പ് ചാർത്താത്ത ഒരു മേഖലയും കേരളത്തിലില്ലെന്ന് മന്ത്രി MB രാജേഷ്. കോവിഡിന്റെ സാഹചര്യത്തിലടക്കം കരുതലിന്റെ പെൺകരുത്ത് തിരിച്ചറിഞ്ഞ സമൂഹമെന്ന നിലയിൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. കുടുംബശ്രീ തിരികെ സ്കൂളിൽ പരിപാടിയുടെ സമാപനവും ഉപജീവന ക്യാമ്പയിൻ K-Lift 24ന്റെ ഉദ്ഘാടനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന പരിശീലന പരിപാടി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ഇടം നേടി. തൊഴിൽ മേഖലയിലെ സ്ത്രീ മുന്നേറ്റത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി വീണ ജോർജ്. പലവിധ കാരണങ്ങളാൽ തൊഴിലുപേക്ഷിക്കേണ്ടി വന്ന സ്ത്രീകളെ തിരിച്ച് തൊഴിലിലേക്ക് എത്തിക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കരിയറിൽ ബ്രേക്ക് വന്ന സ്ത്രീകൾക്കായി നോളജ് എക്കണോമി മിഷൻ അവതരിപ്പിച്ച ബാക്ക് ടു വർക്ക് പദ്ധതിയുടെ 2ാം ഘട്ട ശില്പശാല തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി. കരിയർ ബ്രേക്ക് വന്ന വനിതകൾക്ക് നൈപുണ്യ പരിശീലനം നൽകി തൊഴിലിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നോളജ് എക്കണോമി മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ 2ാം ഘട്ടം മാർച്ചിൽ പൂർത്തിയാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്
ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് news.on.air.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കേണ്ട അവസാന തീയതി നാളെയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം നൈപുണ്യ വികസനത്തിന് വഴിയൊരുക്കുന്ന ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ് പദ്ധതിക്ക് തുടക്കമായി. മന്ത്രി ആർ ബിന്ദു തിരുവനന്തപുരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പോളിടെക്നിക് ഡിപ്ലോമ പ്രോഗ്രാമുകളുടെ പരിഷ്കരിച്ച കരിക്കുലത്തിന്റെ ഭാഗമായാണ് 6 മാസം വരെ ദൈർഘ്യമുള്ള പദ്ധതി നടപ്പാക്കുന്നത്. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠനം പൂർത്തിയാക്കുന്നവർക്ക് തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. പദ്ധതിയിൽ അവസാന സെമസ്റ്റർ പഠിക്കുന്നവർക്ക് വ്യവസായ സ്ഥാപനങ്ങളിൽ സ്റ്റൈപ്പൻഡോടെ ഇന്റേൺഷിപ്പ് നേടാം. ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ദേശീയ വിരവിമുക്ത ദിനമായി ആചരിക്കുന്നു. 1 മുതൽ 19 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും ആൽബൻഡസോൾ വിരഗുളിക നൽകി വിരരോഗ നിയന്ത്രണം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരിപാടിയുടെ ഭാഗമായി സ്കൂളുകളിലും അങ്കണവാടികളിലും കുട്ടികൾക്ക് സൌജന്യമായി വിരഗുളിക നൽകും. കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവം നാളെ ആരംഭിക്കും. വൈകിട്ട് 6 മണിക്ക് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. ജലസസ്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ അക്വേറിയത്തിന്റെ മാതൃകയിലുള്ള ഡിസ്പ്ലേ ഇത്തവണ പുഷ്പോത്സവത്തിന്റെ മുഖ്യ ആകർഷണമാകും. 40ഓളം ഇനം ശുദ്ധജല സസ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇതൊരുക്കുന്നത്. കൃഷിവകുപ്പ്, ആറളം ഫാം, കരിമ്പം ഫാം, BSNL, അനർട്ട്, റെയ്ഡ്കോ, സ്വകാര്യ നഴ്സറി സ്ഥാപനങ്ങൾ എന്നിവയുടെ പവലിയനുകൾ, ജൈവവളം, ജൈവ കീടനാശിനികൾ, പൂച്ചട്ടികൾ, മൺപാത്രങ്ങൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളും പുഷ്പോത്സവ നഗരിയിൽ സജ്ജീകരിക്കും. ഫുഡ് കോർട്ടും കുട്ടികൾക്ക് അമ്യൂസ്മെന്റ് പാർക്കും ഉണ്ടാകും. ഈ മാസം 19 വരെ പോലീസ് മൈതാനിയിൽ നടക്കുന്ന പുഷ്പോത്സവത്തിൽ സെമിനാറുകൾ, കുട്ടി കർഷക സംഗമം, ബഡ് സ്കൂൾ കുട്ടികളുടെ കലാമേള എന്നിവയും ഒരുക്കുന്നുണ്ട്. 60 രൂപയാണ് പ്രവേശന ഫീസ്. 5 വയസ്സിന് താഴെയുള്ളവർക്കും 80 വയസ്സ് കഴിഞ്ഞവർക്കും പ്രവേശനം സൗജന്യമായിരിക്കും. ന്യൂഡൽഹിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥൻ ശ്രീ രാമകൃഷ്ണപിള്ള കേന്ദ്ര സർവീസിൽ നിന്ന് സ്വമേധയാ വിരമിച്ചു. ദൂരദർശൻ കേന്ദ്രം, ആകാശവാണി തിരുവനന്തപുരം എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ നാളെ ആതിഥേയരും നിലവിലെ ചാമ്പ്യന്മാരുമായ ബംഗ്ലാദേശിനെ നേരിടും. സെമിയിൽ എതിരില്ലാത്ത 4 ഗോളിന് നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം. വനിതകളുടെ FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഭുവനേശ്വറിൽ നടക്കുന്ന മത്സരം രാത്രി 7:30 ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ബംഗളൂരുവിലാണ് മത്സരം. കണ്ണൂരിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. സൂപ്പർ 6 മത്സരങ്ങളിലെ അവസാന ലീഗിൽ ഇന്നലെ കേരള യുണൈറ്റഡ് FC വയനാട് യുണൈറ്റഡ് FCയെ 2-1 ഗോളിന് പരാജയപ്പെടുത്തി. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ UDFിലെ P. ഇന്ദിര തെരഞ്ഞെടുക്കപ്പെട്ടു. LDFിലെ N. ഉഷയെയാണ് പരാജയപ്പെടുത്തിയത്. P. ഇന്ദിരയ്ക്ക് 35 വോട്ടും N. ഉഷയ്ക്ക് 19 വോട്ടും ലഭിച്ചു. വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി സംസ്ഥാനത്തെ മുഴുവൻ വികസന ബ്ലോക്കുകളിലും രാത്രിയിലും പ്രവർത്തിക്കുന്ന വെറ്ററിനറി ആംബുലൻസുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ജെ. ചിഞ്ചുറാണി മലപ്പുറം ജില്ലാ ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 153 പോയിന്റ് താഴ്ന്ന് 72,032-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 37 പോയിന്റ് കുറഞ്ഞ് 21,891-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. സ്വർണ്ണം ഗ്രാമിന് 25 രൂപ ഉയർന്ന് 5,800 രൂപയും പവന് 46,400 രൂപയുമാണ് ഇന്നത്തെ വില. കേരളം ഈ വർഷം തന്നെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന നേട്ടം കൈവരിക്കുമെന്ന് മന്ത്രി കെ. രാധാകൃഷ്ണൻ കണ്ണൂർ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തീകരിച്ച 42 വീടുകളുടെ താക്കോൽ ദാനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി പറയും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ശനിയാഴ്ച വരെ നീട്ടി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് അരി സംസ്ഥാനത്ത് വിപണിയിൽ. തുടക്കം തൃശൂരിൽ. രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ മേഖലയിലെ സ്ത്രീ മുന്നേറ്റത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി വീണ ജോർജ്. പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസനത്തിന് വഴിയൊരുക്കുന്ന ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ് പദ്ധതിക്ക് മന്ത്രി ആർ ബിന്ദു തുടക്കം കുറിച്ചു. സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.